നെഞ്ചു നീറിയ ഒരു ശബ്ദ സന്ദേശം കേട്ടു. ഒരു മകളുടെ കരച്ചിൽ കേരളം കേട്ടു. എന്റെ പപ്പായെ നിങ്ങൾ കൊന്നു കളഞ്ഞില്ലേ എന്നാണ് ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്. കേട്ടു നിൽക്കാൻ കഴിയില്ല. ഹലോ ഹലോ, ശ്രീജിത്ത് സാറല്ലേ? അതല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്നോ? അന്ന് സാർമാരത്തെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന്. ആന്നോ? അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്റെ കാര്യം പറയുന്നേ. തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്തിപ്പോ സീരിയസ് ആയിട്ട് കിടന്നു. ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ. പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. കൊല്ലം കുണ്ടറയിലാണ് ഈ സംഭവം. പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവാണ് മരിച്ചത്. ജൂൺ 16 രാത്രിയാണ് അയൽവാസിയായ 16-കാരനെ കാണാനില്ല എന്ന പരാതിയിൽ കുണ്ടറ പോലീസ് സിയാദിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. അസുഖബാധിതനായ സിയാദ് മരുന്ന് കഴിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് പോലീസിന്റെ ഈ നടപടി. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴിയും സ്റ്റേഷനിലെത്തിയിട്ടും പോലീസ് മർദ്ദിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. പോലീസുകാർ പിടിച്ചോണ്ടുപോയി, ഇടിച്ചെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം ദേഹം മൊത്തം വേദന, പിന്നെ ചുമയായി, ശ്വാസം മുട്ടായി, ഇത്രയായി. അന്നേ ഞാൻ പറഞ്ഞല്ലേ പപ്പാക്ക് വയ്യാത്തത്, ഗുളിക കഴിക്കുന്ന ഒരാളാ, ഒന്നും ചെയ്യില്ല. അന്നേരം പറഞ്ഞു ഇയാൾ എന്തോ ഈ പറയുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതൊക്കെ അറിഞ്ഞുകൂടുന്നു. കേസിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. തിരിച്ച് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞപ്പം പപ്പാക്ക് ഭയങ്കര പേടിയായിരുന്നു. വണ്ടിയിലൊക്കെ ഓടുന്നതല്ലേ, ഈ പോലീസുകാരല്ലേ, എന്തെങ്കിലും ഒരു കിട്ടിക്കഴിഞ്ഞാൽ ഒരു കള്ളക്കേസ് എന്നെ കൊടുക്കത്തില്ലേ, അന്നേരം അങ്ങനത്തെ ഉള്ള പേടിയായതുകൊണ്ട് കേസിൻ്റെ വഴിക്കൊന്നും പോകണ്ട, അതുകൊണ്ടാണ് പോകാഞ്ഞത്. SI അതുൽ, കോൺസ്റ്റബിൾ ശ്രീജിത്ത് എന്നിവർ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് കുടുംബത്തിന്റെ പരാതി. സിയാദിനെ കൊണ്ടുപോയതിന്റെ തൊട്ടടുത്ത ദിവസം കാണാതായ കുട്ടി തിരിച്ചെത്തി. പക്ഷേ മർദ്ദനമേറ്റ് അവശനായ സിയാദിനെ ആദ്യം കൊല്ലത്തെ ജില്ലാ ആശുപത്രിയിലും അത് കഴിഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പ്രതിസ്ഥാനത്തുള്ള പോലീസുകാർക്കെതിരെ കർശന നടപടി വേണം എന്നുള്ളതാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ വഴിയിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്ന ഒരു സർവീസിൽ ഉണ്ടാകാൻ പാടില്ല. അതിന്റെ ആദ്യ ഭാഗം എന്ത് ചെയ്യണമെന്നുള്ള പോട്ടെ, സർവീസിൽ ഇങ്ങനെയുള്ളവർക്ക് ഇരിക്കാൻ അവകാശമുണ്ടോ? അടിച്ചിട്ട് നട്ടല് പൊട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ബാക്കി കാര്യങ്ങൾ വരുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ സാധാരണ ഒരു കാര്യമാണോ? ഒരു സംശയം വന്നാൽ അങ്ങനെ എന്തും ചെയ്തിട്ടാണോ ചെയ്യുന്നത്? അപ്പൊ അങ്ങനെയുള്ള ആളുകൾ സർവീസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ സർവീസിൽ ഉണ്ടായാൽ എങ്ങനെയാ പറ്റുക? ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത് സംബന്ധിച്ചും അതുപോലെ മന്ത്രി അടക്കമുള്ള കാര്യങ്ങൾ അടിയന്തരമായി ഇടപെട്ടി കാര്യങ്ങളിൽ തീരുമാനം വേണ്ടതാണ്. ജനമൈത്രി പോലീസ്, തൂഫാൻ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നടത്തുന്നുണ്ടല്ലോ. ഇതാണ് സ്ഥിതിയെങ്കിൽ ഇങ്ങനത്തെ തൂഫാൻ നടത്തുന്നത് എങ്ങനെയാ? ഒരു യുവാവിന്റെ ജീവൻ, ഒരു കുടുംബത്തിന്റെ തണൽ, ഒരു മകളുടെ എല്ലാമാണ് ഇല്ലാതായത്. ഇനി എന്ത് നടപടിയെടുത്താലും എത്ര നഷ്ടപരിഹാരം നൽകിയാലും ആ പെൺകുട്ടിക്ക് അവളുടെ അച്ഛനെ തിരിച്ചു കിട്ടുമോ? ഇല്ല. അത്രയും സങ്കടത്തിൽ സംസാരിക്കുമ്പോഴും അച്ഛനെ നഷ്ടപ്പെട്ടിട്ടും അവരെ ആ പോലീസുകാരെ സാറേ എന്നാണ് വിളിക്കുന്നത്. അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകേണ്ടവരാണ് പോലീസ്. അവർ തന്നെ കുറ്റക്കാരും കൊലയാളികളുമാകരുത്. ആഭ്യന്തരമന്ത്രി DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിലൊതുക്കരുത്. ഇനി ആ മനുഷ്യൻ, ആ പോലീസുകാർ കാക്കിയിടരുത്. അത് ഉറപ്പാക്കണം നമ്മുടെ ആഭ്യന്തരമന്ത്രി.